പരിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 249-ാമത്തെ ആയത്തിൽ കാണാം, എത്രയെത്ര ചെറിയ സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങളെ പരാജയപ്പെടുത്തിയത് അള്ളാഹുവിൻ്റെ തൗഫീഖോടുകൂടി. അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമാലുക്കളുടെ കൂടെയാകുന്നു. ഈ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്, നിങ്ങളുടെ ശത്രുക്കൾ എണ്ണത്തിൽ എത്ര വലുതാണെങ്കിലും ശരി, അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിക്കുന്ന പരീക്ഷണങ്ങൾ അത് നിങ്ങളുടെ കഴിവും പരിശ്രമവും നിങ്ങളുടെ അധ്വാനവും നിങ്ങളുടെ കൈകളിലുള്ളതിനെയും അപേക്ഷിച്ച് അത് എത്ര വലിയതാണെങ്കിലും ശരി, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സഹായമുണ്ടെങ്കിൽ, അള്ളാഹുവിൻ്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിനെയൊക്കെ മറികടക്കാൻ സാധിക്കും. അപ്പോൾ എത്ര വലിയ സംഘങ്ങളാകട്ടെ, എത്ര വലിയ ശത്രുക്കളാകട്ടെ, എത്ര കടുത്ത പരീക്ഷണമാകട്ടെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖോടുകൂടി അതിനെ അതിജയിക്കുവാൻ, അതിനെ മറികടക്കുവാൻ വിശ്വാസികൾക്ക് സാധിക്കും. പക്ഷേ അവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ആയത്തിനെ അവസാനിപ്പിച്ചത് വല്ലാഹു മഅസ്സാബിരീൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ക്ഷമാലുക്കളുടെ കൂടെയാകുന്നു. അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കാൻ ഏറ്റവും ആവശ്യമായിട്ടുള്ളത് സഹോദരങ്ങളെ ക്ഷമയാണ്. എന്താണ് ക്ഷമ എന്ന് പറയുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണങ്ങളെ നമുക്ക് ഹൃദയവിശാലതയോടുകൂടി സ്വീകരിക്കേണ്ടതുണ്ട്. ഒരിക്കലും പരീക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് തെറ്റായ കാര്യങ്ങൾ ചിന്തിക്കാൻ പാടില്ല. അള്ളാഹു എന്നെ ഒരിക്കലും സഹായിക്കുകയില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. അള്ളാഹുവിന് എന്നോട് കാരുണ്യമില്ല എന്ന് ചിന്തിക്കാൻ പാടില്ല. എനിക്ക് എന്നും ഈ അവസ്ഥയായിരിക്കും എന്ന് ചിന്തിക്കാൻ പാടില്ല. അതേപോലെ തന്നെയാണ് ശത്രുക്കൾ വളരെ വലുതാണ്, അവരുടെ ശക്തി വളരെ വലുതാണ്, ആ നിലക്ക് എനിക്ക് ജയിക്കാൻ കഴിയില്ല, അള്ളാഹുവിന് എന്നെ സഹായിക്കാൻ കഴിയില്ല, ഇത്രയും വലിയൊരു സംഘത്തെ അള്ളാഹുവിന് തോൽപ്പിക്കാൻ കഴിയില്ല തുടങ്ങിയ ചിന്തകൾ ഇതൊന്നും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് ക്ഷമ എന്ന് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അങ്ങേയറ്റത്തെ കാരുണ്യത്തിലുള്ള പ്രതീക്ഷ, ആ പ്രതീക്ഷയുടെ അടിസ്ഥാനത്തിൽ റഹ്മാനായ റബ്ബിൽ നിന്നുള്ള കാരുണ്യത്തെ പ്രതീക്ഷിക്കലാണ് യഥാർത്ഥത്തിൽ ക്ഷമ എന്ന് പറയുന്നത്. അതുകൊണ്ട് അവർ എത്ര കാലം വേണമെങ്കിലും കാത്തു നിൽക്കാൻ തയ്യാറാണ്. അമ്പിയാക്കളൊക്കെ വർഷങ്ങളോളം കാത്തു നിന്നിട്ടുണ്ട് ഒരു സഹായം ലഭിക്കാൻ വേണ്ടി ക്ഷമയോടുകൂടി. നൂഹ് അലൈഹിസ്സലാത്തു